അതായത് ഒരുപാട് കാലം കാണാണ്ടിരുന്നിട്ട് ആരെ കാണുന്ന പോലത്തെ ഒരു ഫീൽ. നമ്മുടെ വണ്ടി എവിടേക്കാ? നമ്മള് ഹൈദരാബാദ് പോവാണ് ഗായ്സ്. നമ്മുടെ ഹോണറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ അത് എടുക്കാൻ പോവാണ്. എക്സൈറ്റഡ് ആണോ? വെരി മച്ച് എക്സൈറ്റഡ്. നല്ല എക്സൈറ്റഡ് ആണ്. അപ്പം ശരി, നമുക്ക് പോയി എടുത്താലോ? ശരി, വാ പോവാം. ഹായ് ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. സോ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ബൈക്ക് കേരളത്തിൽ നിന്ന് വന്നു. അതെടുക്കാൻ പോകുന്നൊരു വീഡിയോ ആണിത്. സോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 1.5 hour ജേർണി ഉണ്ട്. ട്രെയിനിൽ വേണം പോകാൻ. ട്രെയിനിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് റീച്ച് സിക്കിന്ദ്രാബാദ്. സോ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കുറേ തപ്പി വണ്ടിയൊന്നും കാണാനില്ല. അതിൻ്റേതായ ഒരു ചെറിയ ടെൻഷൻ എവിടെയൊക്കെ വരുന്നുണ്ട്. ബട്ട് പിന്നെ ഒരു ഓഫീസറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു പാർസൽ ഓഫീസിലുണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുന്ന ഓരോ റെഡ് കളർ ബൈക്ക് കാണുമ്പോഴും ഇതെൻ്റെ വണ്ടിയാണെന്നുള്ള ഒരു തോട്ടിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. സോ വണ്ടി അയച്ചതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, അതേപോലെ വണ്ടി ആരാണോ അയക്കുന്നത് അയാളുടെ ആധാർ, പിന്നെ നമ്മുടെ വണ്ടിയുടെ ഒറിജിനൽ RC, ഇത്രയും കാര്യങ്ങൾ കാണിക്കണം. വണ്ടി നമ്പരും പിന്നെ ഫോൺ നമ്പരും ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റെസിപ്റ്റ്. ആ റെസിപ്റ്റ് നമ്മളിവിടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് വണ്ടി കിട്ടുക. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പ്ലാറ്റ്ഫോമിൽ നോക്കിയപ്പോൾ വണ്ടികളൊന്നും കാണാനില്ല ഗായ്സ്. പാർസൽ ഓഫീസിൽ കുറേ വണ്ടികൾ ഉണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ വന്നത്. എവിടെ ഗായ്സ്? നമ്മുടെ വണ്ടി എവിടെ ഗായ്സ്? എന്താ വണ്ടി നമ്പർ? 6912. Yes, yes guys, we found it. Oh yes. അതായത് ഒരുപാട് കാലം കാണാണ്ടിരുന്നിട്ട് ആരെ കാണുന്ന പോലത്തെ ഒരു ഫീൽ. നമ്മുടെ വണ്ടി കിട്ടി ഗായ്സ്. So guys, this is the most important part of this video. Why? Because നമുക്ക് നമ്മുടെ ആധാർ നമ്പരും നമ്മുടെ ഫോൺ നമ്പരും സൈൻ ചെയ്ത് റെസിപ്റ്റ് കൊടുക്കണം. ഞാനും അതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഫൈൻ കിട്ടി, അതായത് 672 rupees. ഈ ഫൈൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റേഷനിൽ വരുമ്പോൾ നമുക്ക് മെസ്സേജ് കിട്ടും. സോ ആദ്യത്തെ 6 മണിക്കൂറിൽ നമ്മൾ പോയി വണ്ടി എടുത്താൽ അതിന് ഒരു ചാർജും ഉണ്ടാവില്ല. ആഫ്റ്റർ ദാറ്റ് ഫോർ എവ്രി 1 hour ദേ വിൽ ചാർജ് 10 rupees. അങ്ങനെ എൻ്റെ 3 ദിവസം എന്തോ ഇരുന്നത് തോന്നുന്നു. 670 രൂപ ഫൈന് വന്നു. അത് കൊടുത്തു, നമുക്ക് നമ്മുടെ വണ്ടി കിട്ടി ഗൈസ്. താങ്ക് യു ജഗ്. പപ്പച്ചി. ഗൈസ്, നിങ്ങൾ ആ ബോർഡ് കണ്ടല്ലോ. സോ നമ്മുടെ വണ്ടി ഇതേപോലെ വൃത്തിയായിട്ട് റാപ്പ് ചെയ്തിട്ടുണ്ടാവും. ദിസ് ഈസ് ഡൺ ഫ്രം പാലക്കാട്. സോ നമ്മുടെ മിറർ എല്ലാം ഇതിൻ്റെ ടാങ്ക് ബാഗിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എല്ലാം നല്ല വൃത്തിയായി പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് സിക്കിന്ദ്രാബാദ് എത്തിയിട്ട് അത് അൺപാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 75 rupees കൂടി നമ്മൾ കൊടുക്കണം. സോ മോസ്റ്റ്ലി എല്ലാവർക്കും അറിയായിരിക്കും, 2 വീലറൊക്കെ കയറ്റി അയക്കുമ്പോൾ ഫുൾ പെട്രോൾ ടാങ്ക് അവർ ക്ലീൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് തരിക. അപ്പം ഇവിടെ വരുമ്പോൾ വണ്ടിയിൽ തീരെ പെട്രോൾ ഉണ്ടാവില്ല. സോ ഈ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഈ നിൽക്കുന്ന ബായിഡയിൽ പെട്രോൾ ഉണ്ടായിരുന്നു. സോ 1 bottle ഓഫ് പെട്രോൾ, ദാറ്റ് ഈസ് 1 liter കോസ്റ്റ് 150 rupees. എനിക്കറിയില്ല ഇത് ലീഗലാണോ എന്നുള്ളത്. സോ അതൊരു നല്ല കാര്യമാണ് ആക്ച്വലി. നമ്മൾ വണ്ടി ഇറക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു പെട്രോൾ പമ്പ് വരെ പോകാനുള്ള പെട്രോൾ കിട്ടും. സോ ആ ബായിക്ക് പെട്രോളിന് 150, അൺപാക്ക് ചെയ്ത് 75 rupees അയച്ച് കൊടുത്തു. ആൻഡ് പുള്ളി തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് തന്നു. സന്തോഷമായി. എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് വണ്ടിക്ക് വേറെ ഒരു കുഴപ്പമില്ലാണ്ട് വണ്ടി എത്തി. ഇനി വണ്ടിയിൽ കയറിയിരുന്ന് അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കിട്ടിയൊരു സുഖമുണ്ടല്ലോ. കാരണം ഇവിടെ വണ്ടിയില്ലാണ്ട് 2 ആഴ്ച ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും നടക്കുകയായിരുന്നു.
അത് എല്ലാ ബൈക്ക് ലവേഴ്സിനും അത് ഫീൽ ചെയ്യാം, ഹൗ യു ഫീൽ ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാ നീ അത് വെച്ചിട്ട് നിൽക്കാം, ഒരു ഫോട്ടോ എടുക്കട്ടെ. സോ ഗൈസ് ഫൈനലി വണ്ടി കിട്ടി റോഡിലിറക്കിയപ്പോൾ കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കൊക്കെ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ കുറേ നാൾ കഴിഞ്ഞ് കിട്ടുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി ഫീലിംഗ് ആണ്. സോ വി ബോത്ത് വെയർ എൻജോയിങ് ദാറ്റ് ആസ് വെൽ ആസ് ഞങ്ങൾക്കൊരു പ്രോപ്പർ ഡെസ്റ്റിനേഷനൊന്നുമില്ല. എവിടെയൊക്കെ നല്ല റോഡ് കാണുന്നോ ആ റോട്ടിലോട്ട് ഒക്കെ പോകണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആ സമയത്ത് ആഗ്രഹം. അന്നേരം വാങ്ങിയാ ഉപ്പിലിട്ട് വെക്കില്ല നീണ്ട നല്ല മണല്ലേ, ചക്കയുടെ മണം. സോ ഗൈസ് സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ, ഞാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ബോട്ട് എ ന്യൂ ഹെൽമെറ്റ് ഫോർ ഹർ. ഷീ ഈസ് ലുക്കിംഗ് സോ പ്രിറ്റി ഇൻ ദാറ്റ്. ഫൈനലി ഒരു മണിക്കൂറിലെ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഹുസൈൻ സാഗർ ലേക്കിൻ്റെ അവിടെ ഒരു പാർക്കുണ്ട്, അവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് മെല്ലെ തിരിച്ച് വീട്ടിൽ പോകണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. സോ ഇനിയൊരു 1 hour റൈഡ് ഇറ്റ് ടേക്സ് ടു റീച്ച് ഹോം. സോ ഈവനിങ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല സ്കൈ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡേ ഫോർ അസ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.